ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു എ ചേഞ്ചറസ് ബ്യൂട്ടിഫുൾ വേൾഡ്. ഇന്ന് നമ്മളിവിടെ താരി ക്ലബ്ബിൽ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോയതാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. താരി ക്ലബിൻ്റെ ഫ്രണ്ടിൽ അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന വാട്ടർ ഫൗണ്ടനാണ്. അതിവിടെ പണ്ടത്തെ വാറിൽ മരിച്ചുപോയ സോൾജിയേഴ്സിൻ്റെ ഒരു റിമെമ്പറൻസ് ആയിട്ട് അവരുണ്ടാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പെൺപിള്ളേരെല്ലാം അവിടെ കളിയാണ്. ഇനി നമുക്കകത്തോട്ടേ പോവാം, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇതാണ് താരി വെസ്റ്റ് ക്ലബിൻ്റെ ഇൻസൈഡിലേക്ക് കയറുന്ന അവിടെ. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ചെയേഴ്സ് ഇട്ട് പല പല സെറ്റപ്പ്. ഇതിപ്പോൾ റിസപ്ഷനാണ്. അപ്പോൾ നമ്മളവിടെ ക്ലബ്ബിൽ മെമ്പർഷിപ്പ് എടുക്കണം. അപ്പോൾ നമ്മൾ മെമ്പർഷിപ്പ് എടുത്തിട്ട് വേണം നമുക്ക് അകത്തോട്ട് പോകാൻ. മെമ്പർഷിപ്പ് എടുത്തിട്ട് പോകുമ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിക്കുന്ന റെസ്റ്റോറൻറ്റിൽ പോയി വാങ്ങിക്കുമ്പോൾ അതിനൊരു ചെറിയ പൈസയ്ക്ക് ഡിസ്കൗണ്ട് കാണും. അപ്പോൾ നമ്മൾ ഇവിടെ കളിക്കാനുള്ള ഏരിയ ഉണ്ട്. അതൊക്കെ അഡൾട്ടിനുള്ളതാണ്, പിള്ളേർക്ക് പറ്റില്ല. അപ്പോൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവിടെയും ചെറിയ ഡിഡക്ഷൻ ഉണ്ട്. മെമ്പർഷിപ്പ് ഇല്ലെങ്കിൽ ഇതിനെല്ലാം നമുക്ക് ഇച്ചിരിയുടെ പേയ്മെൻറ്റ് കൂടുതലായിരിക്കും. മെമ്പർഷിപ്പൊക്കെ എടുത്തിട്ട് നമ്മളവിടുത്തെ കാർഡൊക്കെ വാങ്ങിച്ച് നമ്മൾ റെസ്റ്റോറൻറ്റിലെത്തി. ഇത് ഗ്രീൻ വുഡ് എന്നാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് കേട്ടോ. എല്ലാവരും തകർത്തടിച്ച് ടെസ്റ്റ് ബേബി സ്വന്തമായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പോയിട്ടാണ് നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുന്നത്. ഇവിടെ പോയിട്ട് നമ്മൾ മെനു ആദ്യം നമ്മുടെ തന്നു. 3 മെനു ഉള്ളത്, കിഡ്സ്, അഡൾട്ട്, ടീന്. അപ്പോൾ നമ്മൾ മെനു നോക്കി നമുക്കിഷ്ടമുള്ള സാധനം എന്താ വേണമെന്ന് ഡിസൈഡ് ചെയ്തിട്ട് ആ റിസപ്ഷനിൽ പോയി ഓർഡർ. ഇതാണ് നമ്മുടെ കിച്ചൺ. ഇവിടെയാണ് അവിടെ പ്രിപ്പറേഷൻ നടക്കുന്നത്. ഇത് നമുക്കവിടെ ഇരിക്കാനുള്ള സീറ്റുകൾ, നമുക്കിഷ്ടമുള്ള സീറ്റിൽ നമുക്കിരിക്കാം. കോക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുന്നതുകൊണ്ട് വലിയൊരു ജിഗ് നിറച്ച് കോക്ക്. പിള്ളേർക്ക് മീഡിയം കോക്ക് കിട്ടി. അപ്പോൾ ഞങ്ങളുടെ മീലിനകത്ത് കോക്കില്ല, അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് കോക്ക് ഓർഡർ ചെയ്തപ്പോഴത്തേനും വലിയൊരു ജിഗിനകത്ത്. ആദ്യം എല്ലാവരും വണ്ടടിച്ചത് തീരില്ലാന്ന്, പക്ഷേ ഫുഡ് തീരുന്നതിന് മുമ്പ് മൊത്തം കോക്ക് തീർന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ മക്കളൊന്നും കോക്ക് കുടിക്കുന്നതിനകത്ത് ഒട്ടും പുറകോട്ടുള്ളത് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി. ഇപ്പോൾ നമ്മുടെ പിള്ളേരുടെ ഫുഡാണ് ഫസ്റ്റ് വന്നത്. അവർ 3 പേരും ചിക്കൻ ബർഗറായിരുന്നു പറഞ്ഞത്. ബർഗറിനകത്ത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ചിക്കൻ്റെ നല്ല പീസ്, റൗണ്ടല്ല. ഇവിടെ ഇവർ തരുന്നത് നമുക്ക് ട്രയാങ്കിൾ ഷേപ്പിലാണ്. ചീസൊക്കെ വെച്ച്, ലെറ്റ്യൂസൊക്കെ വെച്ച്, ഫ്രഞ്ച് ഫ്രൈസൊക്കെ ആയിട്ട് നല്ലതായിരുന്നു. പക്ഷെ ഇത് ഒരെണ്ണം ഇവരെ കൊണ്ട് കഴിച്ചു തീർക്കലൊരു ഇച്ചിരി ഹെവിയാണ്. നമ്മൾ കാണുമ്പം ചെറുതാണെന്ന് വിചാരിച്ചാലും ഒരു ഫുൾ ബർഗർ പിള്ളേർക്ക് കഴിക്കാവുന്നതിലധികമാണ്. പിള്ളേരുടെ ഫുഡ് ആദ്യം വന്നു, അവർ സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ഫുഡ് വരാൻ വേണ്ടി, സ്പെഷ്യൽ വരാൻ വേണ്ടി. ഇതിപ്പോൾ എൻ്റെ ഫുഡാണ്. പോർക്ക് ബെല്ലി ടോസ്റ്റ് അല്ല കേട്ടോ, റോസ്റ്റ്. ജോബീസ് പറഞ്ഞത് ബീഫ് സ്റ്റീക്കായിരുന്നു. നമ്മുടെ ബീഫ് സ്റ്റീക്കിനൂടെ പൊട്ടറ്റോയും സലാഡും ഒരു ഡിപ്പും ഒക്കെ ആയിട്ട് നമ്മൾ വെൽഡൺ ആണ് പറഞ്ഞിരുന്നത്. അത് വേണ്ടായിരുന്നു എന്ന് ജോബീസിനെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തോന്നി. മീഡിയം റെയർ പറഞ്ഞാൽ മതിയായിരുന്നു, വെൽഡൺ വേണ്ടായിരുന്നു. അത് ഇച്ചിരി ഹാർഡാണ്. നമ്മളെപ്പോഴും കഴിക്കുമ്പോൾ ആ സോഫ്റ്റ്നെസ് കഴിച്ച് നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ് ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇച്ചിരി ഓവർ കുക്ക്ഡ് പോലെ. ആ വെൽഡൺ പറഞ്ഞുകൊണ്ടാണ്. അത് മീഡിയം റെയർ ആയിരുന്നെങ്കിൽ അത്രയും പ്രശ്നമില്ലായിരുന്നു. ഇത്രയും ഇതാകുന്നത് നമുക്കിഷ്ടമല്ല. ജോബീസിനും എനിക്കൊന്നും ഇത്രയും കുക്കാവുന്ന ഇഷ്ടമല്ല. ആ ഒരു മറ്റേ ആ പിങ്ക് കളറും ആ ഒരു ജ്യൂസിയൊക്കെയാണ് നമുക്കിഷ്ടം. പക്ഷെ നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് കുഴപ്പമില്ല. നെക്സ്റ്റ് ടൈം നമ്മളപ്പോൾ മീഡിയത്തിലേക്ക് പോകുന്നു. ഇവരിത് കുക്ക് ചെയ്യുമ്പം ഇവരുടെ അതായത് നമ്മുടെ ആ മീറ്റിൻ്റെ സെയിം ഫ്ലേവറിൽ കഴിക്കാനാണ് ഇവരെപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഉപ്പോ എരിവോ കുരുമുളക് പൊടിയും ഉപ്പൊക്കെ നമ്മുടെ ടേബിളിലുണ്ട്. ഇവരതൊന്നും ഇട്ടല്ല നമുക്ക് തരുന്നത്. അപ്പം നമ്മൾ അതെല്ലാം ഇട്ട് നമ്മൾ ഇച്ചിരി ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട്, കാരണം നമ്മളതാണ് യൂഷ്വലി പ്രിഫർ ചെയ്യുന്നത്. നമ്മളതൊക്കെ ഇട്ട് കഴിച്ച് കഴിയുമ്പോഴത്തേനും സെറ്റാവും. അടുത്ത ഞാൻ പോർക്ക് ടേസ്റ്റ് ചെയ്യുന്നതാണ്. പോർക്കിനകത്ത് എനിക്കിഷ്ടപ്പെട്ട് കുഴപ്പമില്ല. ഇതുപോലെ തന്നെ നമ്മൾ ഉപ്പും കുരുമുളകൊക്കെ ഇട്ട് നമ്മളൊന്ന് ഇതാക്കിയെടുക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ആ തൊലി, അവർ ആ ഷെയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ആ ഫസ്റ്റിരിക്കുന്ന ആ തൊലി റോസ്റ്റ് ചെയ്തേക്കുന്നത് നല്ല ക്രിസ്പിയാണ്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതാണ് ആ പോർക്കിനകത്ത് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അതിനകത്ത് ഒത്തിരി ഏരിയാസ് ഉണ്ട്. അതായത് ആൽക്കഹോളിൻ്റെ ഒരു ഇതുണ്ട്, പിന്നെ വേറെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഗെയിം കളിക്കുന്നൊരു ഏരിയ ഉണ്ട്. അവിടെ ഒന്നും പിള്ളേർ അലൗഡല്ല. അപ്പോൾ നമ്മൾ പിള്ളേരെ അലവായിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ കയറിയിരുന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോയി. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ബൈ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ്.